ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബൈക്കുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വണ്ടികളുടെ റിവ്യൂവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ബൈക്കുകളെ കുറിച്ചിട്ടോ ഒന്നുമല്ല. ഇന്നത്തെ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ വാട്സപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചീറ്റിങ്ങിനെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അതായത് ഇന്നലെ വൈകുന്നേരമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലത്തെ ഒരു മെമ്പർക്ക് ഇതുപോലൊരു പണി കിട്ടി. അതായത് വാട്സപ്പിൽ ഒരു വീഡിയോ കോൾ വന്നതിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വിത്ത് പ്രൂഫാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ഇമേജ് വീഡിയോ കൂടെ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് വീഡിയോ ലൈക്കും ഷെയറിനും വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ സാധിക്കും. രണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിനോ ഇത്തരത്തിലെ ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ വയസ്സായിട്ട് അതിനൊരു തീരുമാനം എടുക്കുക. മാക്സിമം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കൂട്ടുകാരിലേക്കും അതേപോലെ തന്നെ ഫാമിലിയിലേക്കും എത്തിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലൊരു പിക്ചർ അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മൾ ഈ ഒരു സംഭവം മതി നമ്മുടെ ഒരു ഫാമിലി ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ആയിട്ട്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതായത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വാട്സപ്പിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചീറ്റിംഗ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മളതിന് പ്രൂഫ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വൈകുന്നേരമാണ് ഒരു 8 മണി 9 മണി ആകുമ്പോഴാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു മെമ്പർക്ക് ഇതേപോലെ സിമിലർ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായത്. സംഭവം എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പരിചയമില്ലാത്തൊരു വാട്സപ്പ് നമ്പറിൽ നിന്ന് ഒരു വീഡിയോ കോൾ വരും. അതായത് 2-3 വട്ടം വിളിക്കും അവർ. ആദ്യം ഒരു വീഡിയോ കോൾ വരും, കട്ടായി പോവും, ഫുൾ ബ്ലാങ്ക് സ്ക്രീനായിരിക്കും അവരുടെ. രണ്ടാമതൊരു വീഡിയോ കോൾ വരും, അതും കട്ടായി പോവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോ കാണുന്നുണ്ടോ, നമ്മുടെ ഫേസ് അതിൽ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്കായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. ഫസ്റ്റ് അങ്ങനെ ഉണ്ടാവും. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമതൊരു വീഡിയോ കോൾ വരും. അതിൽ നമ്മൾ 2 വട്ടം നമ്മളിപ്പോൾ നോക്കിയിരുന്നാൽ അവർക്ക് മനസ്സിലാവും നമ്മളൊരു മെയിലാണോ ഫീമെയിലാണോ എന്ന്. അപ്പോൾ മേ ബി അതൊരു ക്ലാരിഫൈ ചെയ്യാനായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിലാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഓപ്പോസിറ്റ് വരുന്ന നമ്പറിൻ്റെ അവിടെ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെടും. അതേപോലെ തന്നെ ഫീമെയിലാണെങ്കിൽ അവിടെ ഒരു ആണും പ്രത്യക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചീറ്റിങ് തുടങ്ങുന്നത്. അതിനുശേഷം എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 6-7 സെക്കൻഡിലുള്ള ഈ പെൺകുട്ടി ഫുള്ള് നഗ്നയാവും. അതായത് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെയിലാണെങ്കിൽ ഫുള്ള് നഗ്നയാവും. അതിനുശേഷം ഒരു പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യാം, നമ്മൾ ഈ പിക്ചർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ലൈവായിട്ടാവും ഇപ്പോൾ അവർക്ക് വാട്സപ്പ് വീഡിയോ കോളിൽ നിന്ന് സ്ക്രീൻഷോട്ട് കിട്ടുക, അല്ലെങ്കിൽ അവരത് റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ അവർ ചെറിയ സ്ക്രീനിലാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ എങ്ങനെയാണ് കാണുക, നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചാൽ മതി, അവരുടെ നമ്മുടെ ഫേസ് ബിഗ് സ്ക്രീനിൽ കിട്ടും. ഈ ഒരു ഒറ്റ മൊമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ജീവിതകാലം മൊത്തം ചീറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാദ്യം ഇങ്ങനെയൊന്ന് ചെയ്യും. അതിനുശേഷം ഇങ്ങനെ കട്ടായി പോവും, വീഡിയോ കട്ടായി പോവും. അപ്പോൾ നമ്മൾ വേഗം ഒന്നല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യും അല്ലെങ്കിൽ അവർ കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഈ പ്രശ്നം തീർന്നു, വേഗം നിർത്തി പോരാമെന്ന്. പക്ഷേ നമ്മുടെ ഒരു 2-3 സെക്കൻഡ് നമ്മുടെ ഫേസ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അത് വെച്ചിട്ട് നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചേട്ടനുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ജസ്റ്റ് വീഡിയോ ഓപ്പൺ ചെയ്തു. വാട്സപ്പിൽ നമ്മൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ മെമ്പേഴ്സ് വീഡിയോ കോൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ വല്ലവരും ആണെന്ന് വെച്ച് വീഡിയോ ഓപ്പൺ ചെയ്തു. ആ ഓപ്പൺ ചെയ്ത വഴിക്ക് 2-3 വട്ടം ഇങ്ങനെ ഉണ്ടായിട്ട് മൂന്നാമതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു കേസ് ഉണ്ടായത്. അതിനുശേഷം ഈ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം നഗ്നയായപ്പം ഇങ്ങേരുത് കണ്ടിരിക്കുന്ന പോലെ ഒരു വീഡിയോ ഇവർക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് കിട്ടും. എന്നിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ തപ്പി പിടിച്ച് കണ്ടെത്തിയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ റിലേറ്റീവായിട്ടും അതേപോലെ തന്നെ വൈഫായിട്ടുള്ളവർ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവരൊക്കെ കാണത്തക്ക രീതിയിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും. അപ്പോൾ അത് ചെയ്യരുത്. ഞങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ടും അത്യാവശ്യം ഒരു ഫേമസ് പബ്ലിക് ഫിഗേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇവർ പറയുന്ന ബ്ലാക്ക് മെയിലിന് വീണ് കൊടുക്കും. കാരണം ഇവരുടെ ഒരു പബ്ലിസിറ്റി പോവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു നമുക്ക് സമൂഹത്തിലുള്ളൊരു ഫേസ് നഷ്ടപ്പെടുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇതിന് വഴങ്ങി കൊടുക്കും. അപ്പോൾ അതിനെന്താണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ ചോദിക്കുന്ന എമൗണ്ട് വളരെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ 2000-3000 ഒന്നുമല്ല, 21,000 രൂപയാണ് ആദ്യമായിട്ട് ഇവർ ചോദിക്കുക. ഫസ്റ്റ് ഇവർ ചോദിക്കുക 21,000 രൂപയാണ്. അതിനുശേഷം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം, GPay ചെയ്യണം അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യണം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടണം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു കോൾ വരുന്നത് ഒരു ഹരിയാന സർക്കിളിൽ നിന്നുള്ള ഒരു നമ്പർ നിന്നാണെന്നാണ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാവാൻ സാധിച്ചത്. അത്തരത്തിലൊരു കോൾ വരുമ്പോൾ കൂടുതലായിട്ടും നിങ്ങളാരും എടുക്കാതിരിക്കുക. ഈ 21,000 രൂപ ചോദിക്കും ആദ്യം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ അത് പ്രശ്നം തീർന്നു, അവർ ഡിലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മേ ബി അവർ ഒരു 50,000 രൂപ ചോദിച്ചു വന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ വീഡിയോ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അറിയാത്ത നമ്പറിൽ നിന്ന് വരുന്ന വീഡിയോ കോൾസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ വേറൊരു കണിയുണ്ട് കേട്ടോ അതിൽ, അത് ഞാൻ പറയാൻ മറന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ ആദ്യം പറയും ഫേസ്ബുക്കിലിട്ട് ഭീഷണിപ്പെടുത്തും, അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ റിലേറ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ ഭീഷണിപ്പെടുത്തും. അതിനുശേഷം നമ്മളോട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു 10 പേരുടെ വാട്സപ്പ് നമ്പർ അയച്ചു കൊടുക്കാൻ പറയും. അവരെയും ഇതേപോലെ തന്നെ ഫ്രോഡ് ചെയ്ത് ചീറ്റ് ചെയ്യാനാണ് അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങൾക്കും നമ്മൾ വഴങ്ങി കൊടുക്കാതിരിക്കുക. അതാണ് ഇപ്പോൾ ഇതിലുള്ള ഒന്നാമത്തെ കാര്യം. അറിയാത്ത നമ്പറിൽ നിന്ന് വരുന്ന വീഡിയോ കോൾസ് മാക്സിമം അറ്റൻഡ് ചെയ്യാതിരിക്കുക ഇന്നത്തെ ഒരു കാലത്ത്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് രണ്ടാമതായിട്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ 21,000 അല്ലെങ്കിൽ 50,000 രൂപയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 21,000 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു വിചാരിക്കരുത്. കാരണം കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വീണ്ടും 50,000 രൂപ ചോദിച്ചു വരും, നമ്മൾ പൈസ കൊടുക്കുന്ന ഒരാളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ചേട്ടൻ പോലീസായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് അവരൊരിക്കലും ഇത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യില്ല, ഇത് ജസ്റ്റ് ഒരു ബ്ലാക്ക് മെയിലിംഗ് മാത്രമാണ്. അപ്പോൾ അതിൽ വീഴുന്നവരൊക്കെ മാക്സിമം വീഴും, അല്ലാത്തവർ ഒഴിവാക്കി കളയും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പൈസ ഷെയർ ചെയ്യാതിരിക്കുക. ഇവർ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവരതും കൊണ്ട് പോകും, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ പോകും. അതായത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കിപ്പോൾ വാട്സപ്പ് വഴി ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇങ്ങനത്തെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ വേറെ വല്ല കാര്യം ഇട്ട് കഴിഞ്ഞാൽ ഇവർക്കെതിരെ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് എടുക്കാം. അതേപോലെ തന്നെ ഇവരെ ട്രാക്ക് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത്തരത്തിൽ അറിയാവുന്നവരാരും ഈ ഒരു കാര്യം യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇടില്ല. അപ്പോൾ നിങ്ങളത് പേടിക്കേണ്ട. പിന്നെ ഞാനിത് ഷെയർ ചെയ്യാൻ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഒരു വീഡിയോ കോൾ വന്നു നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിനാവാം, അല്ലെങ്കിൽ വൈഫിനാവാം, ഇത്തരത്തിലുള്ള ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലി തകരാറിലാവാം. ആ കാര്യം മതി. കാരണം നമ്മളിപ്പോൾ ഒരാളുടെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവരെല്ലാവരും വിശ്വസിക്കണം എന്നില്ല, എല്ലാവർക്കും നമ്മളെ വിശ്വസിക്കണം എന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അവരെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫ്രോഡിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്നു. സോ മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ പ്രൂഫുകളിലേക്ക് കിടക്കുമ്പോൾ, പ്രൂഫുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഇത്ര നേരം നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതിലുള്ള ഓരോ വാക്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചാലും എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇനി പ്രൂഫ് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് പോയി നോക്കുക, അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ബ്രോക്കൺ ഇംഗ്ലീഷൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വലിയ എഡ്യൂക്കേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ആൾക്കാരാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ചിലപ്പോൾ അത് ഫ്രോഡ് കളിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ള ആകെ 2 പ്രിക്കോഷൻ ഇതാണ്. ഒന്ന്, ഈ ഒരു വീഡിയോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എടുക്കാതിരിക്കുക. രണ്ടാമത്തതായിട്ട് ഇവർ പൈസ ചോദിച്ചാലും അയച്ചു കൊടുക്കാതിരിക്കുക. കാരണം ഇവർക്ക് ഇത് വെച്ച് ഒരിക്കലും ബ്ലാക്ക് മെയിൽ ചെയ്യാധികം സാധിക്കില്ല. അതൊന്നും ഒന്നാമത്തെ കാര്യം. ഒരിക്കലും നിങ്ങളുടെ വീഡിയോയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ടൊന്നും വേറെ എവിടെയും പബ്ലിഷ് ആവില്ല. പിന്നെ ഈ ഒരു കൂട്ടത്തിൽ കൂടെ നടക്കുന്ന വേറൊരു സംഭവമാണ്, നമ്മുടെ ഈ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോ മോർഫ് ചെയ്തിട്ട്, അതായത് ഫോട്ടോഷോപ്പ് വഴി മോർഫ് ചെയ്തിട്ട് അതിലും ബ്ലാക്ക് മെയിൽ ചെയ്യും. നമ്മൾ നഗ്നയായി നിൽക്കുന്ന ഫോട്ടോ, ആ പെൺകുട്ടി നഗ്നയായി നിൽക്കുന്ന ഫോട്ടോ, ഇത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്തതിന് ശേഷം ഇവരും നമ്മളെ മാക്സിമം മെൻ്റലി അബ്യൂസ് ആക്കിയതിന് ശേഷമാണ് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാക്സിമം പൈസ തിരിച്ചയക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ആരും ഇത്തരത്തിലൊരു കെണിയിൽ അകപ്പെടാതിരിക്കുക. ഇത്തരത്തിലുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടുള്ള ചെയ്ത വീഡിയോ ആണ്, ഒരിക്കലും ബൈക്കുകളെ കുറിച്ചിട്ടൊന്നുമല്ല ഇന്നത്തെ വീഡിയോ. സോ അത് ഞാൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പക്ഷേ വിചാരിക്കും എന്തുകൊണ്ട് ഈ ഒരു ബൈക്കിൻ്റെ ചാനൽ ഇത്തരത്തിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. നമ്മൾ ഒരു സോഷ്യൽ ബീയിങ് ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യത്തിലും നമ്മൾ മാക്സിമം അവയർനെസ് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഒരു 1.1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവരിലൂടെ അത് മാക്സിമം ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നൊരു തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. മറ്റൊരു ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കണ്ടുപിട്ടുന്നതായിരിക്കും. ഇറ്റ്സ് മീ സിജിൻ മോഹൻ സൈനിങ് ഔട്ട്. അണ്ടിൽ അനദർ വീഡിയോ. ബൈ ബൈ.